പാലക്കാട് മുതലമട പാത്തിപ്പാറയിൽ കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ്. ജയേഷ് എന്നയാളുടെ തെങ്ങിൻ തോപ്പിലാണ് ഇപ്പോൾ ആന ഇറങ്ങിയിരിക്കുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കർഷക സംരക്ഷണ സമിതി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ആ ദൃശ്യങ്ങളിൽ ജയേഷ് എന്ന വ്യക്തിയുടെ തെങ്ങിൻ തോപ്പിൽ ആന കയറിയ ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. ഇപ്പോഴും ആന അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പുലർച്ചയോടുകൂടിയാണ് ഈ മുതലമട ഭാഗത്തേക്ക് ഈ കാട്ടാനകൾ എത്തുന്നത്. ഈ കൊല്ലങ്കോട് മുതലമട ഭാഗത്താണ് ഈ വന്യമൃഗശല്യം ജില്ലയിൽ ഏറ്റവും രൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയാണ്. അതിനോടൊപ്പം തന്നെ കൃഷി ധാരാളമായി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ മുതലമടയും അതുപോലെ തന്നെ ഈ കൊല്ലങ്കോട് മേഖലയും. അവിടേക്കാണ് ഈ വന്യമൃഗങ്ങൾ തുടർച്ചയായി എത്തുന്നത്. ഇപ്പോൾ പുലർച്ചയോടുകൂടി മുതലമട പാത്തിപ്പാറയിൽ ജയേഷ് എന്നയാളുടെ തെങ്ങിൻ തോപ്പിലേക്ക് കാട്ടാന എത്തുന്നതിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മണിക്കൂറുകളോളം ഈ കാട്ടാന ഈ കൃഷിയിടത്തിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ വനവകുപ്പിലെ RRT ഉദ്യോഗസ്ഥരും ഈ പ്രദേശത്തേക്ക് എത്തിയാണ് ഈ കാട്ടാനയെ ഈ കൃഷിയിടത്തിൽ നിന്നും മാറ്റാൻ സാധിച്ചത്. തുടർച്ചയായി ഈ ആനകളും അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളും ഈ മേഖലയിലേക്ക് എത്തി കൃഷി നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കർഷകർ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ്. അവർ നിരവധി തവണ അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. തങ്ങളുടെ ഈ ഒരു ആവശ്യം, അതായത് വന്യമൃഗങ്ങൾ എത്തി തങ്ങളുടെ കൃഷി നശിപ്പിക്കുന്നതിന് തടയാൻ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അധികൃതർക്ക് കൃത്യമായി നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഇതിൽ കൃത്യമായി ഇടപെടാൻ അധികൃതർ ആരും തന്നെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിവേദനവും നാട്ടുകാർ നൽകിയിരിക്കുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിവേദനം നൽകാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളത്. സ്മൃതി, ഇക്ബാൽ, ഇപ്പോൾ ഈ പാത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഈ വനത്തിന് സമീപത്തായിട്ടാണോ? ഇവിടെ ഇപ്പോൾ സ്ഥിരം കാട്ടുമൃഗങ്ങൾ എത്തുന്നു എന്നുള്ള പരാതിയാണല്ലോ ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് നിവേദനമായി നാട്ടുകാർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ജയേഷിന് കൃഷിയിടത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ മുതലമട കൊല്ലങ്കോട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കാട്ടാനകൾ മാത്രമല്ല പുലിയും മറ്റ് വന്യമൃഗങ്ങളെല്ലാം എത്തി നാട്ടുകാർക്കും അതുപോലെ തന്നെ കർഷകർക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കഴിഞ്ഞ മാസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കൊല്ലങ്കോട് ഭാഗത്താണ് ഒരു കൃഷിയിടത്തിലെ കമ്പി വിലയിൽ പുലിയുടെ കൈ വന്ന് കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. അതുപോലെ തന്നെ നിരവധി വന്യമൃഗങ്ങളാണ് ഈ ഭാഗത്തേക്ക്, പ്രത്യേകിച്ചും ഈ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. കൃഷിയിടം കൂടുതൽ ഉള്ള മേഖല ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ എത്തുന്നത് നാട്ടുകാർ അറിയാൻ തന്നെ സമയങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപകടവും വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ജയേഷിനെ ഉൾപ്പെടെ നിരവധി കർഷകരുടെ കൃഷിയാണ് ഈ തുടർച്ചയായി എത്തുന്ന വന്യമൃഗങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത്. കാട്ടുപന്നി ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി സ്ഥിരമായി കൃഷി നശിപ്പിക്കുന്നതും അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ നാട്ടുകാർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ജില്ലാ കളക്ടറെ തന്നെ സമീപിച്ചിരിക്കുന്നത്. വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് നിരവധി തവണ നാട്ടുകാർ അതുപോലെ തന്നെ കർഷകരുടെ സമിതികളെല്ലാം പരാതി നൽകിയിരുന്നു. എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാൻ വനവകുപ്പ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് തന്നെ ഇപ്പോൾ കർഷക സംരക്ഷണ സമിതി ഒരു നിവേദനം നൽകിയിരിക്കുന്നത്. ശരി, കാട്ടാന കൃഷിയിടത്തിൽ വന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പാലക്കാട് സ്ഥിരമായി ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇതിപ്പോൾ ജയേഷ് എന്ന വ്യക്തിയുടെ തെങ്ങിൻ തോപ്പിലാണ് കാട്ടാന ഇന്ന് രാവിലെ എത്തിയത്. വലിയ തോതിൽ ഈ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. കർഷക സംരക്ഷണ സമിതി ജില്ലാ കളക്ടർക്ക് ഇതിനകം നിവേദനം നൽകിയിരിക്കുകയാണ്. അവിടെ സംരക്ഷണം തീർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാട്ടാനയെ പിന്നീട് ഇവിടെ നിന്നും ഓടിച്ചു എന്നാണ് അറിയാനാകുന്നത്. ഇപ്പോൾ നേരത്തെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.